വക്കീലൊക്കെ ആയിട്ട് പഠിച്ച് വരുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം ജയ്ബീമിലെ സൂര്യയെ പോലെ ആവണമെന്ന്. പക്ഷെ ഒരു പോയിന്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഞാൻ ജയ്ബീമിലെ സൂര്യ അല്ല, ചിന്താമണിക്കൊലക്ക് സുരേഷ് ഗോപിയുടെ ഒരു പാതയാണോ പിന്തുടരുന്നത്. മീൻസ് അങ്ങനെയല്ല, ഇവരാണ് കുറ്റക്കാരെന്ന് ഉറപ്പ് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഹാജരാകുമ്പോൾ ഇങ്ങനെ ഒരു ഇമേജാണ് സൊസൈറ്റിയിൽ ബിൽഡ് ചെയ്ത് വരുന്നത്. നിയമത്തിൽ ഒരിക്കലും ലോജിക്ക് പ്രതീക്ഷിക്കരുത്. നിങ്ങളോ ഞാനോ മറ്റാരെങ്കിലോ ഈ പ്രതിക്ക് വേണ്ടി ഹാജരായില്ലെങ്കിൽ അയാൾക്ക് ഉറപ്പായിട്ടും സർക്കാർ ഒരു വക്കീലിനെ കൊടുക്കും. ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് ഈ ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്യപ്പെട്ട് എന്ന് പറയപ്പെടുന്ന ആൾക്ക് വേണ്ടി വേറൊരാൾ ഹാജരാവുന്നത്. അത് സൊസൈറ്റിക്ക് പ്രശ്നമാണ്. ജോളി ജയിലിനകത്താണ്, അവർക്ക് പുറമേ നിന്ന് സഹായം എത്തിച്ചു കൊടുക്കാൻ ആരുമില്ല. സഹായം എത്തിക്കാനുള്ളത് ഈ പറഞ്ഞ അഡ്വക്കേറ്റുമാരുടെ ഓഫീസിൽ നിന്നാണ്. ഈ ജാക്കറ്റ് ഒക്കെ എവിടെ നിന്നാണ് ജയിലിനുള്ളിലേക്ക് എത്തുന്നത്? ഐഡന്റിഫൈ ചെയ്തൊരു എക്സ്പീരിയൻസ് പറയാം. വക്കീൽ എന്നുള്ള രീതിയിൽ ഞാൻ കോഴിക്കോട് ഒരു 1.5 വർഷം മുമ്പ് പോസ്റ്റ് കോവിഡ്, അപ്പോൾ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്, കണ്ണൂർ വനിതാ സെൻട്രൽ ജയിലിൽ പോയി. എനിക്ക് 2 കക്ഷികളെ കാണാനുണ്ട്. അപ്പോൾ ഞാൻ ജയിലിന് പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് എൻ്റെ സമയമാവാൻ വേണ്ടി. അപ്പോൾ പെട്ടെന്ന് ഒരു പോലീസ് ജീപ്പ് ഒന്ന് നിർത്തി, അവിടുന്ന് ഒരു ലേഡി പോലീസ് ഓഫീസർ ഇറങ്ങി. ഇവർ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് മാസ്ക് ഒന്ന് താത്തോന്ന് ചോദിച്ചു. ഞാനിപ്പോൾ മാസ്ക് താത്തി. ഇവർ പെട്ടെന്ന് ജോലിയുടെ വക്കീലല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു അതേ എന്ന് ചോദിച്ചു. അപ്പോൾ എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ, ഇല്ല സാറിനെ ഞാൻ കോടതിയിൽ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വക്കീലൊക്കെ ആയിട്ട് പഠിച്ച് വരുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം ജയ്ബീമിലെ സൂര്യയെ പോലെ ആവണമെന്ന്. അതേപോലെ അനീതിക്കും അക്രമത്തിനെതിരെ പോരാടണം. ഞാൻ പഠിച്ചത് സൊസൈറ്റിയുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കണം എന്നൊക്കെയാണ്. പക്ഷേ ഒരു പോയിന്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഞാൻ ജയ്ബീമിലെ സൂര്യ അല്ല, ചിന്താമണിക്കൊലക്ക് സുരേഷ് ഗോപിയുടെ ഒരു പാതയാണോ പിന്തുടരുന്നത്. മീൻസ് അങ്ങനെയല്ല, ഈ സൊസൈറ്റി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പായിട്ട് പറയുന്ന ആളുകൾ ഉണ്ടല്ലോ, ടൈപ്പ് ഓഫ് ആൾക്കാർ. അല്ലെങ്കിൽ ഇവർ ഉറപ്പായിട്ടും കുറ്റം ചെയ്തിട്ടുണ്ട്, കോടതി വിധിച്ചിട്ടില്ല, ഇവരാണ് കുറ്റക്കാരെന്ന് ഉറപ്പ് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഹാജരാകുമ്പോൾ ഇങ്ങനെ ഒരു ഇമേജാണ് സൊസൈറ്റിയിൽ ബിൽഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ തുടക്ക സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആളൂരിനെ പറ്റി പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന മറ്റേ ലാൽകൃഷ്ണ വിരാടിയ തുടക്ക സമയത്തൊക്കെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ നരബലി കേസൊക്കെ ഞാൻ എൻറോൾ ചെയ്തിട്ടില്ല, ഇൻറ്റേൺ ആണെന്നോണം. ആ സമയത്ത് ഞാൻ സാറിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എറണാകുളം ജില്ലാ കോടതിയിൽ അവരുടെ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ പ്രൊഡക്ഷനിൽ സാറ് ഹാജരാകാൻ പോവാണ്, കൂടെ നമ്മളും പോകുന്നുണ്ട്. അപ്പോൾ മനസ്സിലൊക്കെ കിടക്കുന്നത് ഈ സാധനം, നമ്മളെ സൊസൈറ്റി എങ്ങനെ കാണും, ഇങ്ങനത്തെ കേസിൽ അപ്പിയർ ചെയ്യുമ്പോൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ആളുകൾ ചോദിച്ചിട്ടില്ല, പക്ഷേ അതിന് മുമ്പ് നമ്മളെ മനസ്സിൽ വരാം. അപ്പോൾ അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി വേണ്ട എന്ന് കരുതി മാസ്ക് ഒക്കെ വെച്ച് ആ കേസിൽ പോകുന്നത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ സാറിനോട് ഇത് എപ്പോഴുള്ളൊരു യാത്രയിൽ പറഞ്ഞിട്ടുണ്ട്, ആളുകൾ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവില്ലേ, നമ്മളും ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നതല്ലേ, നമ്മൾ എല്ലാവരും റിലേറ്റഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ വേറൊരു യൂണിവേഴ്സ് പോലെ നിൽക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു അത് നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ പ്രശ്നമാണ്, അങ്ങനെ കരുതേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങളോ ഞാനോ മറ്റാരെങ്കിലോ ഈ പ്രതിക്ക് വേണ്ടി ഹാജരായില്ലെങ്കിൽ അയാൾക്ക് ഉറപ്പായിട്ടും സർക്കാർ ഒരു വക്കീലിനെ കൊടുക്കും. ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് ഈ ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്യപ്പെട്ട് എന്ന് പറയപ്പെടുന്ന ആൾക്ക് വേണ്ടി വേറൊരാൾ ഹാജരാവുന്നത്. അത് സൊസൈറ്റിക്ക് പ്രശ്നമല്ല. നിയമത്തിൽ ഒരിക്കലും ലോജിക്ക് പ്രതീക്ഷിക്കരുത്. ഓക്കെ, ലോജിക്കല്ല, നിയമമാണ്. നമ്മുടെ ലോജിക്ക് വെച്ച് നിയമത്തെ അപ്രോച്ച് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പം എൻ്റെ അടുത്ത് നമ്മൾ ഇടപഴകുന്ന കുറേ കക്ഷികളുടെ അടുത്ത് ആ കേസിൽ നമ്മളിങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, എൻ്റെ റിപ്പോർട്ട് വരട്ടെ. എന്തിനാണ് റിപ്പോർട്ട് വരുന്നത്? നമ്മൾ പറയാനുള്ളത് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാവില്ലേ? അപ്പോൾ അവിടെ ലോജിക്ക് വെക്കരുത്. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്, ഒരു സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്, അതനുസരിച്ച് മാത്രമേ ഇതിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതങ്ങനെ എഴുതി വെച്ചിട്ടുള്ളതാണ്, അതങ്ങനെ പാടുള്ളൂ. ലോജിക്ക് വെച്ച് നിയമത്തെ കൺസിഡർ ചെയ്യരുത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ജോളി
ജയിലിനകത്താണ്, അവർക്ക് പുറമേ നിന്ന് സഹായം എത്തിച്ചു കൊടുക്കാൻ ആരുമില്ല. സഹായം എത്തിക്കാനുള്ളത് ഈ പറഞ്ഞ അഡ്വക്കേറ്റുമാരുടെ ഓഫീസിൽ നിന്നാണ്. ഈ ജാക്കറ്റ് ഒക്കെ എവിടെ നിന്നാണ് ജയിലിനുള്ളിലേക്ക് എത്തുന്നത്? അല്ല, സ്വാഭാവികമായിട്ട് അവർ റിമാൻഡ് പ്രതിയാണ്. അപ്പോൾ അവർ കുറ്റാരോപിത മാത്രമാണ് ഇപ്പോൾ. അപ്പോൾ ആ സമയത്ത് അവർക്ക് ജയിൽ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. റിമാൻഡ് പ്രതികൾക്ക് എല്ലാവർക്കും കാഷ്വൽ ഡ്രസ്സ് ഇടാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ റിമാൻഡിൽ പോകുന്ന സമയത്ത് അവർക്ക് വേണ്ട ഡ്രസ്സും മറ്റ് ബേസിക് സോപ്പ് കാര്യങ്ങളൊക്കെ വീട്ടുകാരോ അല്ലെങ്കിൽ അവരുടെ കേസ് നോക്കുന്ന വക്കീലോ എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. ഓഫീസിലെ ജൂനിയേഴ്സ് ത്രൂ ആയിരിക്കും ഒക്കെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇവർ യൂസ് ചെയ്യുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് പുറത്ത് പോയി മേടിക്കാൻ പറ്റില്ലല്ലോ. ആരെന്ത് കൊണ്ട് കൊടുക്കുന്നു അത് അവർ ഉപയോഗിക്കേണ്ട ഒരു സ്ഥിതിയാണ്. പിന്നെ ഈ റിമാൻഡ് പ്രതികളാണെങ്കിൽ പോലും ഈ ജയിലിനകത്ത് ഓരോ ജോലിയൊക്കെ ചെയ്ത് ഇവർക്കൊരു പൈസ കിട്ടുമല്ലോ. ആ പൈസ അവർ നമ്മൾക്ക് അയച്ചു തരും. അവർക്ക് വേണ്ട ബേസിക് സാധനങ്ങൾ, ഡ്രസ്സോ മറ്റ് ബ്രഷ്, പേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്തു കൊടുക്കും. അതല്ലാതെ അവരുടെ ബന്ധുക്കളും അവർക്ക് എത്തിച്ചു കൊടുക്കും. അപ്പോൾ മാധ്യമങ്ങൾ തേടി നടന്ന ആ നീല ജാക്കറ്റ് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയതാണ്. മറ്റൊരു കാര്യം, ഞാൻ എൻ്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെയും വീഴ്ചയും അനാസ്ഥയാണ്. ഇപ്പം നമ്മളുടെ സേനയിൽ പോലീസുകാരെ എടുക്കുമ്പോൾ അവർ റിട്ടൺ എക്സാം പാസ്സായി വരുന്നു, അവർക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. പക്ഷേ ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് എങ്ങനെ അന്വേഷിക്കണം, എങ്ങനെ തെളിവുകൾ കണ്ടെത്തണം, അതെങ്ങനെ പേപ്പറിലാക്കണം, ഇതിന് വലിയ വീഴ്ച സംഭവിക്കുന്നുണ്ട്. അതിൽ ഒരിക്കലും നമ്മളുടെ പോലീസ് ട്രെയിൻഡ് അല്ല. നമ്മുടെ സിസ്റ്റം അവർക്ക് അങ്ങനെയുള്ളൊരു ട്രെയിനിങ് കൊടുക്കുന്നത്. കാരണം വർഷങ്ങളുടെ എക്സ്പീരിയൻസിൽ പലരും ബെറ്ററായിട്ട് ചെയ്യും. ഇവർക്ക് നിയമ സംവിധാനത്തെ പറ്റിയോ ഇപ്പോൾ പ്രൊസീജിയർ കോഡ് അല്ലെങ്കിൽ IPC, ഇപ്പോൾ BNS, ഇതിനൊക്കെ പറ്റി ഇവർക്കൊരു അവബോധം കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. അതിൽ വലിയ വീഴ്ച സംഭവിക്കുന്നുണ്ട്. ഇവരൊരു ആരംഭശൂരത്വം എന്നുള്ള രീതിയിൽ കേട്ട പാതി കേൾക്കാത്ത പാതി കേസിനെ പറ്റി അന്വേഷിച്ച് ഇത്ര ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി, കാരണം ഒരു ഡിഫോൾട്ട് ബെയിലിലേക്ക് പോരുന്നുള്ള നിർബന്ധ ബുദ്ധി അവർക്കുള്ളതുകൊണ്ട് അവർ അത് ഓടിച്ചിട്ട് തീർക്കാൻ നോക്കും. അതിലൊരുപാട് പാളിച്ചകളും വീഴ്ചകളും സംഭവിക്കും. അതെങ്ങും ചർച്ചയാവുന്നില്ല. ഇവിടെ എല്ലാ സമയത്തും പ്രതിക്ക് വേണ്ടി ഹാജരാവുന്ന വക്കീൽ അല്ലെങ്കിൽ പ്രതി മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഏത് സാഹചര്യത്തിൽ ഈ കുറ്റകൃത്യത്തിലേക്ക് അയാൾ എത്തി അല്ലെങ്കിൽ അത് അന്വേഷിച്ച് അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുമ്പോൾ പോലീസിന് സംഭവിക്കുന്ന വീഴ്ചകളെ പറ്റി മുൻപും നമ്മുടെ സൊസൈറ്റി സംസാരിക്കുന്നില്ല, ഇപ്പോഴും സംസാരിക്കുന്നില്ല. അവരെ കുറ്റം പറയാൻ വേണ്ടി അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, ആ ഒരു പ്രൊസീജിയർ കുറച്ചുകൂടി ബെറ്റർ ആക്കി കൊണ്ടുവന്നാൽ. അതെ, ഈ എല്ലാ കേസുകളിലും അവസാനം പറയുന്ന അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റിയെന്ന് പറയുന്നത് ഇസ് റിയൽ. മേ ബി അവർ പ്രോപ്പർലി ട്രെയിൻഡ് അല്ലായിരിക്കും. ഓക്കെ, എങ്ങനെ സാക്ഷികളെ ക്രമീകരിക്കണം, എങ്ങനെ എവിഡൻസ് ഹോൾഡ് ചെയ്യണം എന്നുള്ളതിലൊക്കെ വലിയ വീഴ്ച സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് പോർഷനാണ് പ്രോസിക്യൂഷൻ. നെക്സ്റ്റ് പ്രോസിക്യൂഷനും വീഴ്ച സംഭവിക്കുന്ന സംഭവങ്ങൾ ഉറപ്പായിട്ടും നമ്മളുടെ കോടതികളിൽ ഒരു പരിധി വരെയും പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്സിൽ പ്രോസിക്യൂഷൻ വരുന്നുണ്ട്. അത് എത്രത്തോളം മെറിറ്റിലാണെന്നുള്ളത് പരിശോധിക്കപ്പെടണം. അവരുടെ ഒരു പൊളിറ്റിക്കൽ കരിയറോ അതല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പുഷോ അവർക്കുള്ളതിൻ്റെ പേരിൽ മാത്രമായിരിക്കരുത്. അതിനൊരു മെറിറ്റോടി അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ലൂപ്പ് ഹോൾസ് തന്നെയാണ് ക്രിമിനൽ അഡ്വക്കേറ്റുമാർ യൂസ് ചെയ്ത് ഈ പറഞ്ഞ ഉറപ്പായിട്ടും പ്രോസിക്യൂഷനും പോലീസിനും വരുന്ന വീഴ്ചകളാണ് ഡിഫൻസ് കൗൺസിൽ ഒരു ലൂപ്പ് ഹോളായിട്ട് കണ്ടെത്തി അയാൾ കേസ് നടത്തുന്നത്. ഇപ്പോൾ ഈ പോലീസിന് വീഴ്ച സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ കാണാതെ പോകുമോ? ചിലപ്പോൾ എല്ലാ എവിഡൻസും അവർ മാർക്ക് ചെയ്തൊന്നും വരില്ല. അവർക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യണം. കാരണം ഒരു അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടായ്മ ഒരു ദിവസം ഒരു കേസ് മാത്രം അവർക്ക് നോക്കിയാൽ പോരല്ലോ. അവർക്ക് അവരുടെ സ്റ്റേഷൻ ഡ്യൂട്ടി ഉണ്ടാവും, അതുമായി ഡെയിലി അവിടെ വരുന്ന മറ്റ് പ്രശ്നങ്ങളുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിലായിരിക്കും ഈ അന്വേഷണം കൂടി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കുറ്റാരോപിതനായിട്ടുള്ള ആൾ ഓൾറെഡി ചിലപ്പോൾ റിമാൻഡിലായിരിക്കും. അയാൾക്കൊരു ഡിഫോൾട്ട് ബെയിൽ കിട്ടരുതെന്നുള്ള നിർബന്ധം കൊണ്ട് ഇവർ പെട്ടെന്ന് ഓടിച്ചിട്ട് തീർത്ത് കിട്ടുന്ന രീതിയിലുള്ള എവിഡൻസ് ഒക്കെ വെച്ച് അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന കേസുകളിൽ കുറച്ചധികം ശ്രദ്ധ കൊടുക്കുമോ പോലീസും പ്രോസിക്യൂഷൻ? ഉറപ്പായിട്ടും നമ്മളുടെ നിയമ സംവിധാനം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ എപ്പോഴും പല കേസുകളിലും രൂപീകരിക്കാറുണ്ടല്ലോ. ഇപ്പോൾ ഈ നരബലി കേസിലും
കൂടത്തായി മാറ്ററിലൊക്കെ ചിലപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സേന നിയോഗിച്ചിട്ടുണ്ടാവും. എന്നാൽ പോലും അതിൽ ഏറ്റവും അവർക്ക് കിട്ടാവുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ വെച്ചായിരിക്കും അവർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവർക്ക് ഒരു പ്രോപ്പർ ട്രെയിനിങ്ങോ കാര്യങ്ങളോ സേന കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. കൊടുക്കുന്നില്ലെങ്കിൽ അതിനുള്ളൊരു സംവിധാനം കണ്ടെത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും നമ്മളുടെ നിയമ സംവിധാനം. അതെ, അപ്പോൾ ഇത് കുറച്ചുകൂടി എനിക്ക് ഒന്ന് ലളിതമായി പറഞ്ഞാൽ പല കേസുകളിലും പല തെളിവുകളും ശേഖരിക്കാത്ത കേസുകൾ പോലും ഉറപ്പായിട്ടും ഉണ്ടാവും. അതെ, അപ്പോൾ പ്രോസിക്യൂഷനിലേക്ക് വരുമ്പോൾ ഇത് പ്രസന്റ് ചെയ്യുന്നതിലും വീഴ്ചയുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. അവർ ചിലപ്പോൾ ഒരു 4 വർഷത്തെ 5 വർഷത്തെ അല്ലെങ്കിൽ ഒരു 6-7 വർഷത്തെ എക്സ്പീരിയൻസിലൊക്കെ ആയിരിക്കും പ്രോസിക്യൂട്ടറായിട്ട് നിയമനം കിട്ടുന്നത്. അവരെത്രത്തോളം ഇത്രയും കേസുകൾ നടത്തിയിട്ടുള്ള പരിചയമുണ്ട്, അത് മെറിറ്റിലാണോ അല്ലയോ വ്യക്തി താല്പര്യത്തിൻ്റെ പുറത്താണോ, ഇതൊന്നും പരിശോധിക്കപ്പെടുന്നില്ല. വീഴ്ചകൾ സംഭവിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ കൃത്യമായിട്ട് സാക്ഷികളെ കേസ് പഠിപ്പിക്കില്ല. ഇപ്പോൾ ഒരു മൊഴി കൊടുത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു കൃത്യം 8 മണിക്ക് കണ്ട് എന്നുള്ളതായിരിക്കും. അത് അയാൾക്ക് ചിലപ്പോൾ രാവിലെ 8 മണിയാണോ വൈകിട്ട് 8 മണിയാണോ എന്നുള്ളത് ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ടാവില്ല. ഡിഫൻസ് കൗൺസിൽ ആ ഒരു പോയിന്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ എന്താ പറയുക, അയാൾക്കൊരു കൺഫ്യൂഷൻ വരും. അത് ആ ഒരു പക്ഷെ സാക്ഷി എന്ന് പറയുമ്പോൾ അതിന് സാക്ഷിയായിട്ടുണ്ടെങ്കിൽ രാവിലെയാണോ വൈകിട്ടാണോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും പല കേസുകളിലും മൊഴി കൊടുക്കാൻ പോവാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ സമയത്തിൻ്റെ പല കാര്യങ്ങളിലും അങ്ങനെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ കോൺട്രാഡിക്ഷൻ വരുമ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആയി മാറും, അതിൻ്റെ ജെനുവിനിറ്റി കുറയും. അപ്പോൾ ഇത് അന്വേഷണ സംഘമാണ് ഇതിൻ്റെ, അതോ പ്രോസിക്യൂഷൻ ആണോ ഇത്? രണ്ട് കൂട്ടരും പോലീസും പ്രോസിക്യൂഷനും ഒരേപോലെ ഇതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അവർ എന്താ പറയുക, പെട്ടെന്ന് അവരുടെ ഒരു പണി തീർക്കാൻ വേണ്ടി തീർക്കാൻ പാടില്ല. അവർ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ വെച്ച്, ഇപ്പോൾ എല്ലാ കേസിലും അത് പോസിബിൾ ആവണം എന്നില്ല, എന്നിരുന്നാൽ പോലും സേനയിൽ വരുന്ന ആളുകളെ അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർമാരായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മെറിറ്റും ട്രെയിനിങ്ങും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാം. നിൽക്കുന്ന പ്രൊഫഷനിൽ ചെയ്യുന്ന ജോലിയിൽ 100% സത്യസന്ധത പുലർത്തുക. അവിടെ എപ്പോഴും ബെസ്റ്റ് ആവാൻ ശ്രമിക്കുക, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ബെസ്റ്റ് ആയിക്കോളും, ലൈം ലൈറ്റിൽ ഉണ്ടായിക്കോളും. അപ്പോൾ ഇത്രയൊക്കെയാണ് ആളൂരിൻ്റെ വിശേഷങ്ങൾ. അദ്ദേഹം പറയുന്ന പോലെ ഐ എം നോട്ട് എ ക്രിമിനൽ, ഐ എം ജസ്റ്റ് എ ക്രിമിനൽ ലോയർ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആളൂർ വാദിച്ച കേസുകളിൽ പലതും പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പോലീസിനും സംഭവിച്ച വീഴ്ചകൾ ഇവിടെ പറയാതെ പോകുന്നുണ്ട്. ഈ കേസിൽ മാത്രമല്ല പല കേസുകളിലും. എന്തായാലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ഇത്രയധികം സമയം നമ്മുടെ ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.